ഹായ് ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. കെമിസ്ട്രി നമുക്കിപ്പോൾ എക്സാം ഒക്കെ വളരെ അടുത്ത് നിൽക്കുകയാണ് അല്ലേ. അപ്പൊ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പൊ ഇതിൽ നമ്മൾ ആറ്റം എങ്ങനെയാണ് ഇരിക്കുന്നത്, ആറ്റത്തിന്റെ അപ്പിയറൻസ് എന്താണ്, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് എന്താ പറയാ, വളരെ ബ്രീഫായിട്ട് നമുക്ക് ഇതിന്റെ ഓരോ കണ്ടന്റും നമുക്ക് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് തന്നെ പോകാം. ഇനി ഒരു സമയത്തേക്ക് വേണ്ടി ഇത് പഠിക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ തീരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവരോടും പ്രോമിസ് ചെയ്യുന്നു, നമുക്കിത് നല്ല ഭംഗിയായിട്ട് പഠിച്ചു തന്നെ ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആറ്റം എന്താണ് ആറ്റം? ഇപ്പൊ നമ്മള് ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വേർഡാണ് എന്ത് ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആറ്റം? ആറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തരാം ഈ ആറ്റത്തിനെ കുറിച്ച്. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അപ്പൊ നമുക്ക് നമ്മുടെ ബോഡി തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്റ്റൻസ്, ഏത് സബ്സ്റ്റൻസ് എടുത്താലും അതിൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ആറ്റം എന്ന് പറയുന്നത് എന്താണ് മോനെ? സ്മോളസ്റ്റ് സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്, ആറ്റം. സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ നമുക്ക് ആറ്റം എന്ന് പറയാം. ഈ ആറ്റങ്ങൾ കമ്പോസ് ചെയ്തിട്ടാണ്, ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ആരുണ്ടായിരിക്കുന്നത്, മോളിക്കുള് ഉണ്ടായിരിക്കുന്നത്. മോളിക്കുളിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മോളിക്കുൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ തന്നെ, പക്ഷെ നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അത് കാണിച്ചിരിക്കും. മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്റെയും നമ്മുടെ ബോഡിയുടെ എന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന എന്റെ ബോഡിയിലെ ഒരു സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ മോളിക്യൂൾ എന്ന് പറയാം. ആ മോളിക്യൂളിനെ ഫർദർ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, അത് എല്ലാ ക്യാരക്ടറും കാണിക്കണ്ട. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ആറ്റോ എന്ന് പറയാം. ഇനി മോളിക്യൂൾസ് കമ്പോസ് ചെയ്തിട്ട് ആരാണ് ഉണ്ടായിരിക്കുന്നത്, സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ പറയാം എന്താണ് ആറ്റം. ആറ്റം എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്. സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ എന്നായിരുന്നു 1800 കോൺസെപ്റ്റ്. അത് പിന്നീട് ലേറ്റസ്റ്റ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി ആ സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ എന്നുള്ളത് മാറി. പകരം സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. അത് കഴിഞ്ഞിട്ട് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്, സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആറ്റം എന്താണ്, ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ്, അതിനകത്ത് ആരൊക്കെ ഉണ്ട്, അല്ല ഇവരുടെ മിത്രാദികളെ കുറിച്ച്, നൈബേഴ്സിനെ ഒക്കെ കുറിച്ച്, ഇവർ അകത്ത് ആരൊക്കെ ഉണ്ട്, പുറത്ത് ആരൊക്കെ ഉണ്ട്, ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പോവാം. ഓക്കെ. അപ്പൊ ഇതൊരു ഒരു കാലിഗ്രഫിയാണ്. മീൻസ് ഇത് എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ആറ്റവും മോളിക്യൂൾസും അല്ലെ, സബ്സ്റ്റൻസും എല്ലാത്തിനെയും കുറിച്ച് സയന്റിസ്റ്റുകൾ പഠിക്കുന്നതിനെ കുറിച്ച് ഒരു ഇമേജ് ആഡ് ചെയ്തതേ ഉള്ളൂ. നമുക്ക് ആറ്റത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് പോവാം. കണ്ടുപിടുത്തം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും നടക്കുന്ന 500 BC-യിലാണ്. ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് എറോസ് ചെയ്യുന്നത്. നമ്മൾ സബ്സ്റ്റൻസിനെ പദാർത്ഥം എന്ന് പറയാറില്ലേ. അപ്പൊ നമ്മുടെ മുനിമാര്, കനിഷ്ക മഹർഷി പറഞ്ഞു പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പരമാണു കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഈ ഇന്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടമായതുകൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഗ്രീക്കിൽ ഇരുന്ന് ഗ്രീക്ക് ഫിലോസഫർ ഡെമോക്രട്ടസ് പറഞ്ഞു എന്താണ് ആറ്റം, അറ്റ്മോസ്, നമ്മുടെ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു. ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ എന്നാണ് അർത്ഥം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലേറ്റർ നമ്മുടെ ഡോൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ജോൺ ഡോൾട്ടൺ, പുള്ളി എന്നാ ചെയ്തത്, പുള്ളി ഈ ഒരു കോൺസെപ്റ്റിനെ ഒന്ന് കോഡിഫൈ ചെയ്തു. കോഡിഫൈ ചെയ്യാന്ന് വെച്ചാൽ മീൻസ് എല്ലാം ഒന്ന് ഒരുമിപ്പിച്ച് അന്ന് വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പുള്ളി ഒന്ന് കോൺസെപ്റ്റ് എല്ലാം കൂടെ ഒരു തിയറി പോലെ ഉണ്ടാക്കി. ഇതെന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ഒരു എക്സ്പെരിമെന്റിന്റെ ബേസിലുള്ളതൊന്നും അല്ല. കുറച്ച് സ്റ്റേറ്റ്മെന്റ്, സയന്റിഫിക് സ്റ്റേറ്റ്മെന്റ് പുള്ളി പ്രൊവൈഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡോൾട്ടൺസ് അറ്റോമിക് തിയറി ഒരു 3 മാർക്ക് വരെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പൊ ചോദിച്ചത് എന്താണ്, മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ്, പുള്ളി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്, മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി ആറ്റംസ്. നമ്മളിപ്പോ പറഞ്ഞതുപോലെ മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫൗണ്ടേഷൻ ആണ് അതിന്റെ ബേസ് അല്ലെ, കല്ലുകളെല്ലാം കൂടെ കൂട്ടി വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ. സോ അതുപോലെ ഒരു മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ആറ്റങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ്. അടുത്ത പോയിന്റ് പുള്ളി പറഞ്ഞത് ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. ലേറ്റർ അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ കണ്ടുപിടുത്തം ഉണ്ടായപ്പോഴത്തേക്ക് ആറ്റം ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ, ആറ്റംസ് കമ്പൈൻ സിമ്പിൾ റേഷ്യോ. അപ്പൊ അതും ഐസോടോപ്സുകളുടെ കണ്ടുപിടുത്തത്തോടു കൂടി ആ ഒരു സ്റ്റേറ്റ്മെന്റിലും കറക്ഷൻസ് ഉണ്ടായി.
സെയിം എലമെന്റിലെ ആറ്റങ്ങളെല്ലാം ഒരുപോലെയാണെന്നുള്ളത്, പിന്നെ ഡിഫറെന്റ് എലമെന്റിലെ ആറ്റങ്ങളെല്ലാം ഡിഫറെന്റ് ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുണ്ട്. അടുത്തത് ആറ്റംസ് കമ്പൈനിങ് സിമ്പിൾ റേഷ്യോ. സിമ്പിൾ റേഷ്യോ എന്ന് പറയുമ്പോൾ ലളിത അനുപാതത്തിൽ സംയോജിക്കുന്നു എന്ന് പറയുമ്പോൾ കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുന്നതിന് ഒരു റേഷ്യോ ഉണ്ട്. ഇപ്പൊ എനിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വേണ്ടത് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടുന്നപ്പം കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുന്നത് 3:8 റേഷ്യോയിലായിരിക്കണം. മനസ്സിലായോ? 3 കാർബണ് 8 ഓക്സിജൻ എന്നുള്ള രീതിയിൽ കമ്പൈൻ ചെയ്താൽ മാത്രമേ എന്ത് ഫോം ചെയ്യത്തുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യത്തുള്ളൂ. ഇനി 3:4 റേഷ്യോയിലാണ് ഇത് കമ്പൈൻ ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പൊ എനിക്ക് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കത്തില്ല, കിട്ടുന്നത് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. അപ്പൊ അതാണ് ആറ്റംസ് കമ്പൈൻഡ് ഇൻ സിമ്പിൾ റേഷ്യോ എന്നൊരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡെഫിനിറ്റ് പ്രൊപ്പോർഷന്റെ അടിസ്ഥാനം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. അതുപോലെ മാട്രിക്സ് മേഡ് അപ്പ് ഓഫ് ടൈനി ആറ്റംസ്. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പം എന്തൊക്കെയാണ് ഡോൾട്ടന്റെ അറ്റോമിക് തിയറി? Matrix made up of tiny atoms. Atoms are indivisible. Atoms of same element are identical. Atoms combines in simple ratio. അപ്പൊ എല്ലാവരുടെ മനസ്സിലൊന്ന് പതിഞ്ഞല്ലോ അല്ലെ? ഈ ഡോൾട്ടന്റെ അറ്റോമിക് തിയറി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വളരെ എന്താ പറയാ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 3 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പൊ ഇതൊന്ന് എല്ലാവരും നന്നായിട്ട് പഠിക്കാം. മാട്രിക്സ് മേഡപ്പ് ഓഫ് ടൈനി ആറ്റം. വസ്തു ചെറിയ ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. ആറ്റം വിഭജിക്കാനാവില്ല. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ. ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ ഒരുപോലെയാണ്. ആറ്റംസ് കമ്പൈനിങ് സിമ്പിൾ റേഷ്യോ. ലളിത അനുപാതത്തിൽ സംയോജിക്കുന്നു. ആറ്റങ്ങൾ ലളിത അനുപാതത്തിൽ സംയോജിക്കുന്നു. അപ്പൊ നമുക്ക് അപ്പൊ ആറ്റം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആവുന്നു, മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് സബ്സ്റ്റൻസ് ആവുന്നു, അല്ലെങ്കിൽ മാറ്റർ ആവുന്നു. അപ്പൊ അതിൽ നിന്ന് ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മുടെ ഡോൾട്ടൺ അറ്റോമിക് തിയറി. ഓക്കെ. ഇനി അതിനു മുന്നേ, ഇതിപ്പോ ഡിസ്ചാർജ് ട്യൂബാണ്. അതിനു മുന്നേ നമ്മുടെ കുറച്ച് കണ്ടുപിടുത്തങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. ഓക്കെ. അപ്പൊ നമ്മുടെ കുറെ അധികം സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു? കുറെ അധികം കണ്ടുപിടുത്തങ്ങളിലേക്ക് പോയി. ലൈക്ക് എന്താ പറയാ, നമ്മുടെ ഈ ആറ്റത്തിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താനായിട്ട് താല്പര്യപ്പെട്ടു വന്നു. അപ്പൊ ശരിക്കും ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, പുള്ളി ഒരു ഫിസിസ്റ്റ് ആണ്. പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി പുള്ളിയുടെ കണ്ടുപിടുത്തം ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പുള്ളി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ എങ്ങനെ വിഷ്വൽസ് ആക്കി മാറ്റും. നമ്മുടെ ടി വിയിലൊക്കെ കാണുന്ന പിക്ചർ ട്യൂബിനെ കുറിച്ചുള്ള പഠനത്തില് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി എക്സ്പെരിമെന്റ് നടത്തുകയായിരുന്നു. അപ്പൊ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്തു. അപ്പൊ ആ എക്സ്പെരിമെന്റ് സെറ്റപ്പിന്റെ പേരാണ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഡിസ്ചാർജ് ട്യൂബിലാണ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ ഡിസ്ചാർജ് ട്യൂബിന്റെ കണ്ടുപിടുത്തം കാഥോഡ് റേ എക്സ്പെരിമെന്റിലൂടെ ഇലക്ട്രോണിന്റെ ഡിസ്കവറിക്ക് കാരണമായി. അപ്പം ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ജെ തോംസൺ എന്ന് പറയാം. അപ്പൊ പുള്ളി ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് വേറൊരു കോൺസെപ്റ്റ് വന്നു. എന്താണ്? ആറ്റം ഇൻഡിവിസിബിൾ എന്നായിരുന്നു നമ്മുടെ ഡോൾട്ടൺ പറഞ്ഞിരുന്നത് അല്ലെ? അപ്പം അതിൽ നിന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി ആറ്റം ഡിവിസിബിൾ ആണ്. ആറ്റത്തിനകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഉണ്ടെന്ന് മനസ്സിലായോ? അപ്പൊ തോംസൺ എന്താണ് കണ്ടുപിടിച്ചത്? നമ്മുടെ ജെ തോംസൺ എന്താണ് കണ്ടുപിടിച്ചത്? ഇലക്ട്രോണിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതുവരെ ആറ്റോ എന്ന് പറയുന്ന ഒരു സ്പിയർ ആയിട്ടായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺ എവിടെ ഇരിക്കും എന്നൊരു ചോദ്യം വന്നു. അപ്പൊ പുള്ളി ഒരു അറ്റോമിക് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ മനസ്സിലാക്കണം, ഫസ്റ്റ് തുടക്കം ഇട്ടത് നമ്മുടെ ഡോൾട്ടൺ ആണ്. അപ്പൊ ഡോൾട്ടൺ പറഞ്ഞു, അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ട്യൂബിന്റെ കണ്ടുപിടുത്തം. ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത് ഒരു വാക്വം പമ്പിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രഷർ ലോ പ്രഷറിൽ നമ്മൾ ഗ്യാസസിനെ പാസ് ചെയ്ത് വിടുന്ന ഒരു ട്യൂബാണ്. അതായത് ഹൈ വോൾട്ടേജ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്യാസിനെ പാസ് ചെയ്ത് വിടും. അപ്പൊ അത് ഇലക്ട്രിക് വേവ്സ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് അതിനകത്ത് ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്ത് പോകും. ഗ്യാസിലൂടെ ഇലക്ട്രിക് ഫീൽഡ്സ് കണ്ടക്ട് ചെയ്ത് പോകും. അപ്പൊ അതാണ് ഡിസ്ചാർജ് ട്യൂബ് സെറ്റപ്പ്. അപ്പൊ അതിനകത്ത് എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴാണ് ജെ തോംസൺ എന്ത് കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്.
അതൊരു കഥ പോലെ നിങ്ങളുടെ മനസ്സിലൂടെ പോകണം കേട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് എന്തൊക്കെ ഐഡന്റിഫൈ മീൻസ് ഡിസ്കവർ ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഈ ഒരു സെക്ഷനിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു, ആറ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. രണ്ടാമത് ആറ്റം കമ്പോസ് ചെയ്താണ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കണം അറിഞ്ഞിരിക്കണം. മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം അല്ലെ. മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? shows all the properties of the matter. It is the smallest particle which shows all the properties of matter. അല്ലെ, നമ്മുടെ ഒരു ചെറിയ കണികയാണ് എന്ത്, നമ്മുടെ എല്ലാ സബ്സ്റ്റൻസിന്റെ പദാർത്ഥത്തിന്റെ എല്ലാ ക്യാരക്ടറും കാണിക്കുന്ന ഒരു ചെറിയ കണികേനെയാണ് നമ്മൾ മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്നത്. അപ്പൊ ആറ്റം, മോളിക്യൂൾ, അത് കഴിഞ്ഞ് സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പദാർത്ഥം. ഓക്കെ, അപ്പൊ മോളിക്യൂളുകൾ ചേർന്നിട്ടാണ് ആരുണ്ടായിരിക്കുന്നത്? പദാർത്ഥം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റില് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യം. അത് കഴിഞ്ഞ് ആറ്റത്തിനകത്തുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ലേറ്റർ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. അതിനുള്ള ഫസ്റ്റ് ആണ് എന്ത്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആദ്യം ആയിട്ട് കണ്ടുപിടുത്തം നടത്തിയ അല്ലെങ്കിൽ ആദ്യത്തെ ആളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അത് പ്രപ്പോസ് ചെയ്തത് ജെ തോംസൺ ആണ്. അത് കഴിഞ്ഞ് ഇത് കാഥോഡ് റേ എക്സ്പെരിമെന്റിലൂടെയാണ് നമ്മുടെ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ആര്? പ്രോട്ടോൺ. അപ്പൊ ഈ പ്രോട്ടോണിന്റെ കണ്ടുപിടുത്തം അതും ഒരു സ്റ്റോറിയാണ്. പ്രോട്ടോണിന്റെ കണ്ടുപിടുത്തം ശരിക്കും പ്രോട്ടോൺ അല്ലെങ്കിൽ ആറ്റത്തിനകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പുള്ളിയുടെ കനാൽ റേ എക്സ്പെരിമെന്റിൽ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. എന്താണ്? ആനോഡ് റേ എക്സ്പെരിമെന്റ്, കനാൽ റേ എക്സ്പെരിമെന്റ്സിൽ പുള്ളി പറഞ്ഞു ആറ്റത്തിനകത്ത് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ആണ്. പക്ഷെ ഇതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള ബേസ് കൊടുത്തത് ആരാണ്? റൂദർഫോർഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതിയിലും എന്ത് ചെയ്യാം, എഴുതാം. ഗോൾഡ്സ്റ്റീൻ എന്ന് എഴുതിയാലും ശരിയാണ്, റൂദർഫോർഡ് എന്ന് എഴുതിയാലും ശരിയാണ്. പക്ഷെ റൂദർഫോർഡ് ആണ് മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ ന്യൂട്രോൺ. ന്യൂട്രോൺ 1930s ഒക്കെ ആയപ്പോഴത്താണ് ന്യൂട്രൽ റൂദർഫോർഡ് പറഞ്ഞു ന്യൂട്രൽ ചാർജിന്റെ ന്യൂട്രൽ പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ന്യൂക്ലിയസിനകത്തുണ്ടെന്ന് റൂദർഫോർഡ് പറഞ്ഞിരുന്നു. പക്ഷെ അതും എക്സ്പെരിമെന്റലി പ്രൂവൺ ചെയ്തത് ആരാണ്? നമ്മുടെ ജെയിംസ് ചാഡ്വിക് ആണ്. ആരാണ്? ജെയിംസ് ചാഡ്വിക്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു പാർട്ടും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടോ ഒക്കെ ചോദിക്കാം. ജെ തോംസൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, റൂദർഫോർഡ്, ന്യൂട്രോൺ, ജെയിംസ് ചാഡ്വിക്. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, പെൻ RTC. ഇത് വെച്ചിട്ട് കുറച്ചുകൂടെ എന്താ പെട്ടെന്ന്, ഇതൊരു കോഡാണ്. ഈ കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്കത് പഠിക്കാം. പെൻ RTC, ദാറ്റ് ഈസ് പെൻ, പി, പ്രോട്ടോൺ, റൂദർഫോർഡ്. ഓക്കെ, ഇലക്ട്രോൺ തോംസൺ ആൻഡ് ന്യൂട്രോൺ ചാഡ്വിക്. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഇങ്ങനെ കണ്ടു, ഒരു സാർ പറയുന്നത് കണ്ടു. ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ന്യൂട്രലില് വണ്ടി ചാടൂല, ചാഡ്വിക്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ല രസമുണ്ടായിരുന്നു. മീൻസ് നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുന്ന കാര്യം അല്ലെ. ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് വരും. അപ്പൊ ന്യൂട്രലില് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ചാടുവോ? ചാടില്ല. അപ്പൊ ന്യൂട്രോൺ കണ്ടുപിടിച്ചാരാണ്? ജെയിംസ് ചാഡ്വിക്. അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം കേട്ടോ. അതല്ലെങ്കിൽ പെൻ RTC എന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. PEN, അതിന്റെ താഴെ RTC എന്ന് എഴുതുക. അപ്പൊ ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രോട്ടോൺ, റൂദർഫോർഡ്, ഇലക്ട്രോൺ, ജെ തോംസൺ, ന്യൂട്രോൺ, ചാഡ്വിക്. ഓക്കെ, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ട് നമ്മൾ ഈ വിബ്ജിയോർ പോലൊക്കെ ഉള്ള ഒരു കോഡാണ് മനസ്സിലേക്ക് ഓടി വന്ന് എഴുതുക. അല്ലാതെ അവിടെ പോയി പെൻ RTC എന്ന് എഴുതി വെക്കുന്നത് എന്താണെന്നും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിളുകളാണ് ആരൊക്കെ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്നത്. മനസ്സിലായടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിലേക്ക് തന്നെ പോവാം. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതിനകത്ത് ഈ ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ ഈ കണ്ടുപിടുത്തങ്ങളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ കാഥോഡ് റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഡിസ്കവറി ഓഫ് കാഥോഡ് റേസ്, കാഥോഡ് കിരണങ്ങളുടെ കണ്ടെത്തൽ എന്താണ്? early 19th century scientists discovered the gases conduct electricity at low pressure. ലോ പ്രഷറിൽ ഗ്യാസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമെന്നൊരു കോൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കണ്ടുപിടിച്ചു.
എന്താണ് ഗ്യാസസ് വളരെ ലോ പ്രഷറിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുക. ആൻഡ് ദിസ് ലെഡ് ടു എക്സ്പെരിമെന്റ്സ് യൂസിങ് സ്പെഷ്യൽ ഗ്ലാസ് ട്യൂബ്സ് കോൾഡ് ഡിസ്ചാർജ് ട്യൂബ്. അപ്പൊ ഇത് നമ്മള് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ ഗ്യാസിനെ പാസ് ചെയ്ത് വിട്ടു. ആ ഗ്യാസ് എന്ത് ചെയ്യുന്നു, ലോ പ്രഷറിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് കുറഞ്ഞ മർദ്ദത്തിലുള്ള വാതകങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേക ഗ്ലാസ് ട്യൂബുകൾ ഉപയോഗിച്ചു. ഇവയെ ഡിസ്ചാർജ് ട്യൂബ് എന്ന് വിളിക്കുന്നു. അപ്പൊ കുറഞ്ഞ മർദ്ദത്തിലുള്ള വാതകങ്ങൾ കറണ്ട്, ഇലക്ട്രിസിറ്റി, വൈദ്യുതി കടത്തിവിടുന്നു. ഓക്കെ, അതാണ് എന്ത് ആദ്യത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പൊ അത് ആദ്യം ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചു, അതിനുശേഷം ഇങ്ങനൊരു കാര്യം കണ്ടുപിടിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു അല്ലെ. അപ്പൊ ഇതാണ് ഡിസ്ചാർജ് ട്യൂബിന്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ടിനെ, എയറിനെ ലോ പ്രഷറിൽ നമുക്ക് എന്ത് ചെയ്യാൻ, കറണ്ട് കടത്തിവിടാൻ പറ്റും. ലോ പ്രഷർ ആൻഡ് ഹൈ വോൾട്ടേജ് ആണ് കേട്ടോ. യെസ്. അപ്പം ഈ കറണ്ടിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തം നടത്തിയത് നമ്മുടെ സ്വന്തം മൈക്കിൾ ഫാരഡേ ആണ്. മൈക്കിൾ ഫാരഡേ സ്റ്റഡി ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഗ്യാസസ് അറ്റ് ലോ പ്രഷർ. പക്ഷെ ആ സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തു. ലൈക്ക് ഇവാക്വേറ്റിംഗ് ദ ഗ്ലാസ് ട്യൂബ്, ഡിഫിക്കൽട്ടി ഇൻ ഇവാക്വേറ്റിംഗ് ദ ഗ്ലാസ് ട്യൂബ്, ലാക്ക് ഓഫ് എഫിഷ്യന്റ് സക്ഷൻ പമ്പ്, ഇതുപോലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ പുള്ളി ഫേസ് ചെയ്തു. അങ്ങനെയാണ് ഡിസ്ചാർജ് ട്യൂബിന്റെ കണ്ടുപിടുത്തം വരുന്നത്. മനസ്സിലായോ? എന്താണ്, കറണ്ട് ഗ്യാസിലൂടെ പാസ് ചെയ്യും. ഏത് കണ്ടീഷനിൽ, ലോ പ്രഷറിൽ. പക്ഷെ ഇതിനകത്ത് കൂടുതൽ സ്റ്റഡീസ് നടത്തണമെങ്കിൽ പുള്ളിക്ക് രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നായിരുന്നു ലാക്ക് ഓഫ് എഫിഷ്യന്റ് സക്ഷൻ പമ്പ്സ് ആൻഡ് രണ്ടാമത്തെ ഡിഫിക്കൽട്ടി ഇൻ ഇവാക്വേറ്റിംഗ് ഗ്ലാസ് ട്യൂബ്. കാര്യക്ഷമമായ സക്ഷൻ പമ്പുകളുടെ അഭാവം ഗ്ലാസ് ട്യൂബുകൾ ശൂന്യമാക്കുന്നതിലെ പ്രയാസം അല്ലെ. അങ്ങനെ ഇരുന്നപ്പോൾ ഹെൻറിഷ് ഗീസർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചു. ആൻഡ് ഇറ്റ് മെയ്ഡ് ദ എക്സ്പെരിമെന്റ് ഈസിയർ ടു ക്രിയേറ്റ് എ ബെറ്റർ വാക്യൂം കണ്ടീഷൻ. നിങ്ങൾ ഡിസ്ചാർജ് ട്യൂബിന്റെ സ്ട്രക്ചർ, അപ്പാരറ്റസ് നോക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഇവിടെ ഒരു വാക്യൂം പമ്പ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടോ, എയറിനെ, ഇതിനകത്തുള്ള എയറിന്റെ പ്രഷർ കുറയ്ക്കാൻ അല്ലെങ്കിൽ എയറിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്യൂം പമ്പ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വാക്യൂം പമ്പിന്റെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു വാക്യൂം പമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വാക്യൂം പമ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറിഷ് ഗീസർ ആണ്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ജൂലിയസ് പ്ലക്കർ എന്താണ്, he observed the glow inside the tube when electricity is passed. ഇലക്ട്രിസിറ്റി അതിലൂടെ, ഗ്യാസിലൂടെ കടത്തി വിടുമ്പോഴത്തേക്ക് ഒരു ഗ്ലോ, ഒരു കത്തല്, ഒരു എന്താ പറയാ, ഒരു മിന്നായം ഒക്കെ കാണാൻ സാധിച്ചു. ആൻഡ് ദ ഗ്ലോ അപ്പിയേർഡ് ഓപ്പോസിറ്റ് ടു ദി കാഥോഡ്. കാഥോഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഡിസ്ചാർജ് ട്യൂബിനകത്ത് യു ക്യാൻ സീ എന്തൊക്കെ കാണാൻ ഇതിനകത്തേ നോക്കൂ, കാഥോഡ്, ആനോഡ്. ഇത് ആക്ച്വലി ഒരു വീഡിയോ ആണ്, പക്ഷെ ഞാൻ സമയം കളയുന്നില്ല, നമുക്കിത് പിന്നീട് കാണാം അല്ലെ. ഇത് ഒരു വാക്യൂം പൈപ്പ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്. കാഥോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്താ, ഒരു ഗ്ലോ കാണാനായിട്ട് സാധിച്ചു. മനസ്സിലായോ? Observed glow inside the tube when electricity passed, and glow appeared opposite to the cathode. Glow position changed in the presence of a magnet. മാഗ്നറ്റിന്റെ പ്രസൻസിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ടും കാണാൻ സാധിച്ചു. അപ്പം ഡിസ്ചാർജ് ട്യൂബിന്റെ വികസനം ഹെൻറിഷ് ഗീസർ 1854 മെച്ചപ്പെട്ട ഡിസ്ചാർജ് ട്യൂബ് വികസിപ്പിച്ചു. മികച്ച വാക്യൂം സൃഷ്ടിക്കാൻ സഹായിച്ചു. പരീക്ഷണങ്ങൾ എളുപ്പമായി അല്ലെ. ജൂലിയസ് പ്ലക്കർ എന്താ ചെയ്തത്? വൈദ്യുതി കടന്നു പോകുമ്പോൾ ട്യൂബിൽ പ്രകാശം കണ്ടു. ഇത് കാഥോഡിന്റെ എതിർവശത്ത് രൂപപ്പെട്ടു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ കാഥോഡ്, ആനോഡ്? നമ്മളിപ്പോ കാഥോഡെന്നും ആനോഡെന്നും പറഞ്ഞു. ഇത് ഇലക്ട്രോഡുകളാണ്. നമ്മുടെ കറണ്ടിനെ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഇലക്ട്രോഡുകളെയാണ് നമ്മൾ കാഥോഡ് ആൻഡ് ആനോഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. കാഥോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ആനോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ്. മനസ്സിലായോ? കാഥോഡ് നെഗറ്റീവ്, ആനോഡ് പോസിറ്റീവ്. NCAP, നെഗറ്റീവ് കാഥോഡും ആനോഡ് പോസിറ്റീവ്, അല്ലെങ്കിൽ NCAP അല്ലെങ്കിൽ CNPA, എങ്ങനെ വേണമെങ്കിലും ഒക്കെ എഴുതിക്കോളൂ. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് പുതിയ പുതിയ കോഡുകൾ കണ്ടുപിടിക്കാം അല്ലെ. കാഥോഡ് നെഗറ്റീവ്, ആനോഡ് പോസിറ്റീവ്. ആന വലുത്, പോസിറ്റീവ്. പോസിറ്റീവ് ഓൾവേസ് വലുതായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ആനോഡ്, ആന, വലുത്. വലുതെന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂസ് ആണ്.
നെഗറ്റീവ് കാഥോഡ്. കാഥോഡ് എന്ന് പറയുമ്പോൾ കാറ്റ് ചേർന്ന് നെഗറ്റീവ് അല്ലെ. കാഥോഡിനകത്ത് CAT ഉണ്ട്. അപ്പൊ അത് ചെറുതാണ്, അതെന്താണ് നെഗറ്റീവായിട്ട് നമുക്ക് മനസ്സിലായോ? അങ്ങനെയും നമുക്ക് മനസ്സിലാക്കി വെക്കാം. നന്നായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ തീരുമ്പോഴത്തേക്ക് എല്ലാവരും നല്ല രീതിയിൽ ഇതൊന്ന് പഠിച്ചിരിക്കണം. കാഥോഡ് നെഗറ്റീവ് ആണ്, ആനോഡ് പോസിറ്റീവ് ആണ് അല്ലെ. ആന വലുതാണ്, പോസിറ്റീവ് ആണ്. കാഥോഡ് എന്ന് പറയുന്നത് കാറ്റ് ചെറുതാണ്, എന്താണ് നെഗറ്റീവ് ആണ് അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കോഡുകൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഈ രീതിയിൽ NCAP അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ. അപ്പൊ ജൂലിയസ് പ്ലക്കറും ഹെൻറിഷ് ഗീസറിന്റെയും സയന്റിസ്റ്റുകളുടെ കണ്ടുപിടുത്തങ്ങൾ ഇതിനകത്ത് ഫർദർ സ്റ്റഡീസ് നടത്താനായിട്ട് സഹായിച്ചു അല്ലെ. നല്ല രീതിയിലുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് സഹായിച്ചു. ഡിസ്ചാർജ് ട്യൂബിന്റെ വികസനമാണ് ഈ കാഥോഡ് റേ എക്സ്പെരിമെന്റ് ഒക്കെ ഇത്രയും സക്സസ്ഫുൾ ആവാനായിട്ട് കാരണം. ഓക്കെ. ഇനി ജോൺ വില്യം ഹിറ്റ്ഫോർഡ് ആൻഡ് ഗോൾഡ്സ്റ്റീൻ continued experiment on discharge tube and discovered that rays from the cathode caused the glow. അപ്പൊ പുള്ളി പറഞ്ഞ എന്താണ്? ഇവര് പറഞ്ഞത് കാഥോഡിൽ നിന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ജൂലിയസ് പ്ലക്കർ പറഞ്ഞു കാഥോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഗ്ലോ കണ്ടു എന്ന് പറഞ്ഞു. ഈ ഗ്ലോയ്ക്ക് കാരണം എന്താന്ന് പറഞ്ഞു? കാഥോഡിൽ നിന്നും റേ എന്ന് പറയുന്നത് കാഥോഡിൽ നിന്നും രശ്മികൾ വരുന്നതാണ്. എന്തിന് കാരണം? ഈ ഗ്ലോയ്ക്ക് കാരണം അത് കാഥോഡിൽ നിന്ന് വരുന്നതായതുകൊണ്ട് കാഥോഡിൻ്റെതായിരിക്കും. കാഥോഡിൻ്റെതാകുമ്പോൾ നമ്മൾ കാഥോഡ് റേസ് എന്ന് പറയുന്നു അല്ലെ. നമ്മുടേതാകുമ്പോൾ നമ്മൾ നമ്മുടെ എന്ന് പറയത്തില്ലേ, അതുപോലെ കാഥോഡിനാകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുന്നു? കാഥോഡ് റേസ്. മനസ്സിലായോ? ഡിസ്കവർഡ് ദാറ്റ് ദ റേസ് ഫ്രം കാഥോഡ് is the reason for the glow and these rays are called cathode rays. ഈ റേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാഥോഡ് റേസ് എന്ന് പറയുന്നത്. മനസ്സിലായോടാ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ എന്താണ് ആറ്റം എന്ന് പറഞ്ഞു. ഒരു മൈൻഡ് മാപ്പ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം കേട്ടോ. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് ഒരു ടിപ്പാണ് ഇതിന്റെ ഇടയ്ക്ക് പറയുന്നത്. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു മൈൻഡ് മാപ്പ് തയ്യാറാക്കുക. ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാവുന്നു. മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു. ആറ്റത്തിനകത്ത് 3 സബറ്റോമിക് പാർട്ടിക്കിൾസ് വരുന്നു. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ആൻഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. ഓക്കെ. ഇതിന്റെ എല്ലാം കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായത് ഡിസ്ചാർജ് ട്യൂബ് ആണ്. ആ ഡിസ്ചാർജ് ട്യൂബ് മൂലം കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തി. കാഥോഡ് എന്ന് പറയുന്ന നെഗറ്റീവ്ലി ചാർജ്. കാഥോഡ് എന്ന് പറയുന്ന കാറ്റ് ചെറുത് നെഗറ്റീവ്ലി ചാർജ് ആണ്. ആനോഡ് എന്ന് പറയുന്ന ആന വലുത്, അതെന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. കാഥോഡ് എന്ന് വരുന്ന റേസ് ആയതുകൊണ്ട് കാഥോഡ് റേസ് എന്ന് പറയുന്നു. ആ റേയിൽ നമുക്ക് കാഥോഡ് റേസ് ഉണ്ട്. ഓക്കെ, സോറി. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു മൈൻഡ് മാപ്പ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് ഇത് മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ എഴുതി നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് ഒരുപാട് വലിയ രീതിയിലൊന്നും ഇത് ചെയ്യണമെന്ന് പറയുന്നില്ല. ഒരു മൈൻഡ് മാപ്പ് വരച്ച് പോവുക. അത് ഒരിക്കലും നമ്മൾ മറക്കില്ല. ഓക്കെ. അപ്പൊ പരീക്ഷണങ്ങൾ കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന കിരണങ്ങളാണ് പ്രകാശത്തിന് കാരണമെന്ന് കണ്ടെത്തി. ഈ കിരണങ്ങളെ കാഥോഡ് കിരണങ്ങൾ എന്ന് വിളിച്ചു. കാഥോഡ് രശ്മികൾ എന്ന് വിളിക്കാൻ കേട്ടോ. എന്റെ പേര് രശ്മിയാണേ. അപ്പൊ കാഥോഡ് രശ്മികൾ അല്ലെങ്കിൽ കാഥോഡ് കിരണങ്ങൾ എന്ന് വിളിച്ചു. ഓക്കെ. രശ്മി. ഇതില് ഇമ്പോർട്ടന്റ്. അപ്പൊ കാഥോഡ് റേസ് നമ്മൾ ഡിസ്കവർ ചെയ്തു. ഈ കാഥോഡ് റേസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കാഥോഡ് റേസിന്റെ സ്വഭാവ ഗുണങ്ങൾ അല്ലെ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് കാഥോഡ് റേസിന്റെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ്. ഇതാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഈ കാഥോഡ് റേ തുടങ്ങിയതിനു ശേഷം ഞാൻ പറഞ്ഞതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് എക്സാമിന് ചോദിക്കാം. നേരത്തെ ഡോൾട്ടന്റെ അറ്റോമിക് തിയറി പറഞ്ഞത് 3 മാർക്കിന് പറഞ്ഞതുപോലെ ഇത് 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്. അതിൽ ഫസ്റ്റ് ആണ് ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമ്മള് കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത് കണ്ടുപിടിച്ചു. അത് നമുക്ക് വെറുതെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. നമുക്കത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തു അവര്? ഈ കാഥോഡ് റേസ് പോകുന്ന വഴിയില് ഒരു ഒബ്ജക്റ്റിനെ വെച്ചു. അപ്പൊ നോക്കുമ്പോ കാണാൻ സാധിച്ചു ഈ ഒബ്ജക്റ്റിന്റെ ഷാഡോ വീഴുന്നതായിട്ട് കാണാൻ സാധിച്ചു. മനസ്സിലായോ? കാഥോഡ് റേസിന്റെ പാത്തിൽ ഒരു ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ ഷാഡോ, ഇപ്പൊ കാഥോഡ് റേസിന്റെ പാത്തിൽ ഞാൻ കയറി നിൽക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? എന്റെ ഷാഡോ വരികയാണ്. അപ്പൊ ആ ഷാഡോ, ഇപ്പൊ കാഥോഡ് റേസ് ഡേ ഇങ്ങനെ പോവാണേ. ഇവന്റെ ഇവിടെ ഒരു മനുഷ്യന്റെ നിൽക്കുകയാണ്. അപ്പൊ കാണാൻ സാധിച്ചു ആ മനുഷ്യന്റെ ഷാഡോ അല്ലെ. കറക്റ്റായിട്ട് തന്നെ വരയ്ക്കണം ഷാഡോ ആകുമ്പോഴത്തേക്ക്. അവിടെ വീടുന്നതായിട്ട് കണ്ടു.
അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഡോ ഫോം ചെയ്യണമെങ്കിൽ ലൈറ്റ് റേസ് സ്ട്രേറ്റ് ലൈനിൽ പാത്ത് ചെയ്യണം. സോറി, സ്ട്രേറ്റ് ലൈനിലായിരിക്കണം അത് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ലൈറ്റ് റേസ് എന്തായിരിക്കണം? സ്ട്രേറ്റ് ലൈനിലായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഷാഡോ ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ ഷാഡോ ഫോം ചെയ്യണമെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇവിടുന്ന് വരുന്ന ഈ കാഥോഡ് റേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. കാഥോഡ് റേസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സ്ട്രേറ്റ് ലൈനിലായിരിക്കും. ഫസ്റ്റ് ഇൻഫറൻസ് ആണ്, എല്ലാവരും പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ എളുപ്പമാണ് അല്ലെ? Cast shadows of opaque objects shows that cathode rays moves in straight paths. കാഥോഡ് റേസ് പാർട്ടിക്കിൾ നേച്ചർ ഉള്ളത് കൊണ്ടാണ് ലൈറ്റ് സ്ട്രേറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. അതിന്റെ പാർട്ടിക്കിൾ നേച്ചർ ആണ്. ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഒക്കെ ഉണ്ട്. അപ്പൊ ലൈറ്റ് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് പാർട്ടിക്കിൾ നേച്ചർ ഉള്ളത് കൊണ്ടാണ്. അത് സ്ട്രേറ്റ് ലൈനിൽ ട്രാവൽ ചെയ്തപ്പോൾ അത് ട്രാവൽ ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലായില്ല. എപ്പോഴാ മനസ്സിലായത്? അതിന്റെ പാത്തില് ഒരു ഒബ്ജക്റ്റ് വന്നു നിന്നപ്പോൾ അതിന്റെ ഷാഡോ ഫോം ചെയ്തു. അങ്ങനെ ഷാഡോ ഫോം ചെയ്യണമെങ്കിൽ അതിന്റെ ഇൻഫറൻസ് എന്താണ്? ലൈറ്റ് സ്ട്രേറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ കാഥോഡ് റേസ്, ഇവിടുത്തെ കാഥോഡ് റേസ് എന്താണ്? സ്ട്രേറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, നമ്മുടെ കാഥോഡ് റേസിന്റെ ആദ്യത്തെ സ്വഭാവ ഗുണമാണ്. നേർരേഖയിലാണ് ആര് സഞ്ചരിക്കുന്നത്? കാഥോഡ് റേസ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സ്പെരിമെന്റ്. അപ്പം രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, നോക്കൂ, നമ്മുടെ കാഥോഡ് റേസ് ഇങ്ങനെ മൂവ് ചെയ്യാറ്. അവിടെ ഒരു പാഡിൽ വീൽ എന്ന് പറയുന്നത് അധികം മാസൊന്നും ഇല്ലാത്ത അല്ലെ ഇതളുകളുള്ള ഒരു ചക്രം കൊണ്ടുവന്ന് വെച്ചപ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഈ ചക്രം ഈസ് മൂവിങ്. കണ്ടോ? ചക്രം എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കാണ്, നോക്കൂ, ഇതാണ് കാഥോഡ് റേസ്. ഇതിങ്ങനെ വരികയാണ്, വന്നതേ ഒറ്റയടി. ഇതിങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഇയാൾക്ക് വരുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു മാസ് വേണ്ടേ? അല്ലെ? നമ്മളിപ്പോ ഒരു വഴി നിൽക്കുമ്പോൾ നമ്മളെ വന്നിട്ട് ഇടിച്ച് നമ്മുടെ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ വരുന്ന ആൾക്ക് ഇച്ചിരി മാസ് ഉണ്ടായിരിക്കണം. അപ്പൊ പാഡിൽ വീല് അത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ വരുന്ന ആൾക്ക്, ഇവിടെ വരുന്നവൻ ആരാണ്? കാഥോഡ് റേസ് ആണ് അല്ലെ? ഈ വരുന്ന ആൾക്ക് എന്തുണ്ടാവണം? മാസ് ഉണ്ടാവണം. അപ്പൊ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? മാസ്. കാഥോഡ് റേസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഹാവിംഗ് മാസ്. ഫസ്റ്റ് എന്തായിരുന്നു? നേർരേഖയിലേ നടക്കത്തുള്ളൂ നമ്മള്. രണ്ടാമത്തത് മാത്രമല്ല, നമുക്ക് അത്യാവശ്യത്തിന് മാസം ഉണ്ട്. ഫസ്റ്റ് എന്തായിരുന്നു? കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇതിന്റെ ഒബ്സർവേഷൻസ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയെന്ന് കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈനിലായിരുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് എന്തുണ്ട്? മാസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തത്, നമ്മൾ കാഥോഡ് റേസിനെ ഇങ്ങനെ കടത്തി വിട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ നെഗറ്റീവ് ചാർജ് കൊടുത്തു, ഇവിടെ പോസിറ്റീവ് ചാർജ് കൊടുത്തു. അപ്പൊ കാണാൻ സാധിച്ചു കാഥോഡ് റേസ് ഇങ്ങോട്ടേക്ക് എല്ലാവരും കൂടെ ഒരു ചാഞ്ചാട്ടം. ആ ചാഞ്ചാട്ടത്തിന് കാരണം കാഥോഡ് റേസ് നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത് അല്ലെ? നെഗറ്റീവ് ചാർജ് കാഥോഡ് റേസ് നമുക്ക് അറിയില്ല നെഗറ്റീവ് ചാർജ് ആണെന്നുള്ളത്, നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അത് പോസിറ്റീവ് ചാർജിലേക്ക് അത് അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ അതെന്താണ് അതിന്റെ കൺക്ലൂഷൻ? കാഥോഡ് റേസ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ കാഥോഡ് റേസിനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? കാഥോഡ് റേസിന് മാസ് ഉണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് കാഥോഡ് റേസ് ക്യാരി നെഗറ്റീവ് ചാർജ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പൊ കാഥോഡ് റേസ് എക്സ്പെരിമെന്റ്സിലെ കാഥോഡ് റേയെ കുറിച്ച്, കാഥോഡ് റേയുടെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതാണ് ഈ ഒരു സെക്ഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഡോൾട്ടൺ അറ്റോമിക് തിയറി, മോളിക്യൂൾസിന്റെ ഡെഫിനിഷൻ, ദെൻ കാഥോഡ് റേ എക്സ്പെരിമെന്റ്. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. കാഥോഡ് റേ എക്സ്പെരിമെന്റിലെ ഇൻഫറൻസുകളാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പ്രധാന സവിശേഷതകൾ: നേരെ സഞ്ചരിക്കുന്നു, വഴിയിൽ വെച്ച അപാരദർശക വസ്തുക്കൾ എന്ന് വെച്ചാൽ ഒപ്പേക് ഒബ്ജക്ട്സ്, പിന്നിൽ നിഴൽ രൂപപ്പെട്ടു. ഇത് കാഥോഡ് കിരണങ്ങൾ നേരായ രേഖയിൽ സഞ്ചരിക്കുന്നു എന്ന് തെളിയിക്കുന്നു. അത് മനസ്സിലായല്ലോ? അടുത്തത്, കാഥോഡ് കിരണങ്ങൾക്ക് ഭാരമുണ്ട്, കാരണം വഴിയിൽ വെച്ച് ചെറിയ പാഡിൽ വീൽ അത് തിരിഞ്ഞു. ഇത് കണങ്ങൾക്ക് ഭാരമുണ്ടെന്ന് തെളിയിക്കുന്നു. മൂന്നാമത്തേത്, വൈദ്യുതി ക്ഷേത്രം പ്രയോഗിച്ചപ്പോൾ കിരണങ്ങൾ ധനചാർജുള്ള ഭാഗത്തേക്ക്, പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തേക്ക് ആകർഷിക്കപ്പെട്ടു. അതിനാൽ കാഥോഡ് കിരണങ്ങൾ ഋണ ചാർജ് ഉള്ളവരാണെന്ന് തെളിയിക്കപ്പെട്ടു, നെഗറ്റീവ് ചാർജ് ആണെന്ന് തെളിയിക്കപ്പെട്ടു. ഓക്കെ,
വാട്ട് ഇസ് ദിസ്? ഇതൊരു ക്വസ്റ്റൻ ആണ്. കാഥോഡ് റേസ് ഷാഡോസ് കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് എ ഇൻഫറൻസ്? എന്താണ് അതിന്റെ ഇൻഫറൻസ്? കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻസ് ആൻഡ് ദേ ബിഹേവ്സ് ലൈക്ക് ദ പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ കാഥോഡ് റേസ് ഒറിജിനേറ്റ് ഫ്രം കാഥോഡ്, ദേ ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ, ഹൗ മാസ് ക്യാരി നെഗറ്റീവ് ചാർജ്. ഇത് ഇപ്പൊ തന്നെ മനസ്സിൽ പതിപ്പിച്ചോളൂ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇതിനെയാണ് പിന്നീട് നമ്മൾ ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന ചില പേരിട്ട് വിളിച്ചത്. അങ്ങനെ ഇലക്ട്രോണുകളുടെ ഡിസ്കവറി ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും ഇത് എഴുതിയാൽ മതി അല്ലെ. ഇലക്ട്രോൺസ് ആണ്, സ്ട്രേറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നു, മാസ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഇനി ജോർജ് തോംസണ് മാസ് ടു മീൻസ് ചാർജ് ടു മാസ് റേഷ്യോ കൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു. 1.6 into 10⁻11 കൂളോം പെർ കിലോഗ്രാം ആണ്. സെപ്പറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പുള്ളി എന്ത് ചെയ്തു? റേഷ്യോ ആണ് പറഞ്ഞത്, E/m ratio. When electric field is applied, rays move towards a positive plane. Therefore, it is confirmed that it is negative charge. ഇനി പുള്ളി പറഞ്ഞത് എന്താണ്? ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചു. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ആറ്റം ഇരിക്കുന്നത് ഇങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു. കാരണം മറ്റേതൊരു സ്പിയർ ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് അറ്റോമിക് മോഡല് ജെ തോംസൺ ആണ് പ്രിപ്പോസ് ചെയ്തത്. പുള്ളി എന്താ പറഞ്ഞത്? ആറ്റം ഒരു സ്പിയർ ആണ്, അത് ഫുള്ള് പോസിറ്റീവ് ചാർജ് ആണ്, പക്ഷെ അതിനകത്ത് നമ്മുടെ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് എംബഡ് ചെയ്ത് കിടക്കും. അപ്പൊ ഇതിനൊരു പേര് കൂടി ഇട്ടു, പ്ലം പുഡിംഗ് മോഡൽ. നമ്മൾ പുഡിംഗ് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ എന്താ പറയട്ടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കിടക്കില്ലേ, അതുപോലെയാണ് ഇലക്ട്രോൺ കിടക്കുന്നത്. നമ്മുടെ ഇന്ന് കൊച്ചി ഇന്ത്യയില് ഇറ്റ്സ് കോൾഡ് വാട്ടർ മെലൺ മോഡൽ അല്ലെ. കാരണം വാട്ടർ മെലൺ എടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ ആ റെഡ് പാർട്ട് വി ക്യാൻ കൺസിഡർ ആസ് എന്താണ്? പോസിറ്റീവ് ചാർജ്. അതിനകത്തുള്ള കുരുക്കൾ, ചെറിയ ചെറിയ സീഡുകൾ, അതിനെ നമുക്ക് നെഗറ്റീവ് ചാർജ് എന്നും പറയാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിനെ വാട്ടർ മെലൺ മോഡൽ എന്നും പറയാം, പ്ലം പുഡിംഗ് മോഡൽ എന്നും പറയാം. ഇലക്ട്രോണിന്റെ E/m ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടെത്തി. അത് 1.76 into 10⁻11 കൂളോം പെർ കിലോഗ്രാം ആണ്. പക്ഷെ സെപ്പറേറ്റ് കണ്ടെത്താനായിട്ട് നമ്മുടെ തോംസനെ കൊണ്ട് സാധിച്ചില്ല. ഓക്കെ, ഇനി മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ റോബർട്ട് എ മില്ലിക്കൻ. മില്ലിക്കന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ് നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത്. അതെന്താണ്? സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്തി. അപ്പം ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. E/m റേഷ്യോ, E/m അനുപാതം കണ്ടെത്തിയത് അത് എത്രയായിരുന്നു? 1.76 into 10⁻11 കൂളോം പെർ കിലോഗ്രാം ആയിരുന്നു. മില്ലിക്കൻസിന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ് ഇലക്ട്രോണിന്റെ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഡിറ്റർമൈൻ ചെയ്തത്. ദാറ്റ് ഇസ് 1.6 into 10⁻19 കൂളോം ചാർജും മാസ് എന്ന് പറയുന്നത് 9.1 into 10⁻31 കിലോഗ്രാം. ഇതും കൂടെ, ഈ വാല്യൂസും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1.6 into 10⁻19 കൂളോം. സി എന്ന് പറയുന്ന കൂളോം ആണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ അല്ലെ. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 to 10⁻31 കിലോഗ്രാം. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ഇറ്റ് വാസ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഹൗ മാസ്? എങ്ങനെയാണ് ഇലക്ട്രോണിന് മാസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തത്? പാഡിൽ വീൽ എക്സ്പെരിമെന്റിലൂടെയാണ്. പാഡിൽ വീൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ പാഡിൽ വീൽ റൊട്ടേഷൻ നടത്തി. കാഥോഡ് റേസിന്റെ പാത്തിലൂടെ ഒരു പാഡൽ വീല് വെച്ചപ്പോൾ അതിന് റൊട്ടേഷൻ നടത്തിയപ്പോൾ നമ്മൾ ഇൻഫർ ചെയ്തു എന്താണ്? കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ ജെ തോംസൺ എക്സ്പെരിമെന്റ് ആണ്. പിന്നീട് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലൂടെ ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചു റുദർഫോർഡ്. അത് കഴിഞ്ഞ് ബോർ ആണ് എനർജി ലെവൽസിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. അപ്പൊ ഇതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കി ഇൻ ദ സെൻസ്, തോംസൺ കാഥോഡ് റേ എക്സ്പെരിമെന്റ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. റൂദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗിലൂടെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു, ന്യൂക്ലിയസ്. ആൻഡ് ബോർ ഈ ന്യൂക്ലിയസ്, റൂദർഫോർഡിന് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. നമുക്ക് അവരുടെ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ ഒരു കണ്ടുപിടുത്തത്തിൽ ചെറിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്തത് ബോർ ആണ്. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഈ ഒരു ലെവലിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബോർ അറ്റോമിക് മോഡലാണ്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇത് പ്രോട്ടോൺ, ഗോൾഡ്സ്റ്റീൻ, ജെയിംസ് ചാഡ്വിക്. ഓക്കെ, പ്രോട്ടോൺ കണ്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോൺ ചിരിയൊന്നും ഇല്ല, കാരണം നമ്മൾ ന്യൂട്രൽ ആണ്, നമ്മൾ ന്യൂട്രൽ ആയിട്ട് നിൽക്കാനാണ്. പക്ഷെ ഇലക്ട്രോൺ ഇച്ചിരി നെഗറ്റീവ് ആണ് ആള്. സോ കണ്ടോ, ഫേസ് കണ്ടോ? സോ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. ഇത് നമ്മൾ പഠിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പ്രോട്ടോൺ പോസിറ്റീവ്, PP. ഓക്കെ, പക്ഷെ ഇലക്ട്രോൺ NE നെഗറ്റീവ്. നെഗറ്റീവിൽ കണ്ടോ NE നെഗറ്റീവ്. ന്യൂട്രോൺ ന്യൂട്രൽ. പേരിലുള്ള സിമിലാരിറ്റി വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ഇതെന്താണ്? NRTC. ഇത് 6 വരുന്ന റൂദർഫോർഡ് വരുമ്പോഴാണ്. ഗോൾഡ്സ്റ്റീന്റെ പേര് എഴുതണമെന്നില്ല, പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ ഒരു മനസ്സ് തോന്നുമല്ലോ. റൂദർഫോർഡിന്റെ പേര് എഴുതിയാൽ മതി കേട്ടോ. ഇനി റൂദർഫോർഡിന്റെ
പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് ആണ്, ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് ആണ്. പുള്ളി അപ്പാരറ്റസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു, കാരണം ഗോൾഡ് ആണ് ഏറ്റവും തിന്നായിട്ടിരിക്കുന്നത്. അപ്പൊ ഗോൾഡ് ഫോയിലൂടെ നമ്മൾ റേസിനെ കടത്തി വിട്ടപ്പോൾ, ആൽഫ പാർട്ടിക്കിളിനെ കടത്തി വിട്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസും സ്ട്രേറ്റ് ലൈനിൽ പോകുന്നു. ഒബ്സർവേഷൻസ് ആണ് കേട്ടോ, ദിസ് ഇസ് ഒബ്സർവേഷൻസ്. ഇതിലൂടെയാണ് നമ്മൾ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തിയത്. കുറച്ച് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചു, കുറച്ച് ബൗൺസ് ബാക്ക് ചെയ്തു. മിക്ക കണങ്ങളും നേരെ പോയി, ചിലത് തിരിഞ്ഞു, വളരെ കുറച്ച് തിരിച്ചടിച്ചു. ഓക്കെ, ഇതായിരുന്നു റൂദർഫോർഡിന്റെ ആൽഫ കണ പരീക്ഷണം അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്. അപ്പൊ ഇതും ഒരു വീഡിയോ ആയിരുന്നു, ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് ലാസ്റ്റ് നമുക്കത് കാണാം കേട്ടോ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് അപ്പൊ ഈ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റിലൂടെ പുള്ളി ഒബ്സർവേഷൻസിൽ നിന്നും പാർട്ടിക്കിൾസ് നേരെ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്ന ആറ്റത്തിനകത്ത് മോസ്റ്റ് ഓഫ് ദ സ്പേസും വേക്കന്റ് ആണെന്ന് അല്ലെ. നേരെ പോകണമെങ്കിൽ യാതൊരു ഒബ്സ്റ്റക്കിളും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഫസ്റ്റ് ഒബ്സർവേഷനിൽ നിന്നും പുള്ളി എടുത്തത് എന്താണ്? മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് പാസ്റ്റ് സ്ട്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം വേക്കന്റ് ആണ് അല്ലെ. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം വേക്കന്റ് ആണ്. സം ഡിഫ്ലക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ അറ്റ് ദ സെന്ററിലൂടെ പോയവർക്കാണ് അറ്റ് ദ സെന്റർ എ മാസ് ഇസ് ദയർ ആൻഡ് ബൗൺസ് ബാക്ക് ചെയ്യണമെങ്കിൽ ദിസ് മാസ് ഹാസ് പോസിറ്റീവ് ചാർജ്. ഈ മാസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. സെന്ററിൽ കുറച്ച് ഡിഫ്ലക്ഷൻ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം സെന്ററിൽ എന്തുണ്ട്? ഒരു മാസ് ഉണ്ട്. പിന്നെ മോസ്റ്റ് പാർട്ടിക്കിൾസ് പാസ്റ്റ് സ്ട്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുകയാണ്, അതുകൊണ്ടാണ് നേരെ കയറി അങ്ങ് പോകാൻ പറ്റിയത് അല്ലെ. യെസ്, അപ്പം റൂദർഫോർഡിന്റെ ഗ്രഹം പ്ലാനറ്ററി മോഡൽ എന്നാണ് പറയുന്നത്. പുള്ളി ഒരു ഇത് വെച്ചിട്ട് ഒരു അറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്തു, റൂദർഫോർഡ് അറ്റോമിക് മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ, ഗ്രഹ മാതൃക. അതിൽ പറഞ്ഞത് നമ്മുടെ ആറ്റത്തിന്റെ സെന്ററിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഈ മാസിനെ പുള്ളി ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോൺസ്. ഓക്കെ, ഇതിനു ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുള്ളിയുടെ കോൺസെപ്റ്റ്. ഇലക്ട്രോൺസ് ആണ് കേട്ടോ, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്ലാനറ്ററി മോഡൽ എന്ന് വിളിക്കാൻ കാരണം നമ്മൾ സണ്ണിന് ചുറ്റും എല്ലാ പ്ലാനറ്റ്സും റിവോൾവ് ചെയ്തിട്ടില്ലേ. അപ്പൊ അതുപോലെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ. മനസ്സിലായല്ലോ. പക്ഷെ അപ്പൊ അതിൽ വന്നൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ദേ നോക്കൂ, ഇതിപ്പം നടുക്ക് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ദേ വലിയ റേഡിയസിൽ റിവോൾവ് ചെയ്ത് ഇതൊരു സ്പൈറൽ മോഡൽ. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ എനർജി ലോസ് ചെയ്യും. സിമ്പിൾ ആയിട്ട് ചിന്തിക്കാം, നമ്മൾ കിടന്ന് കറങ്ങാണ്, ഒരു ഗ്രൗണ്ടിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി കുറച്ചു നേരം കഴിയുമ്പോൾ അയ്യോ അമ്മ അയ്യോ എന്ന് പറയുന്നത് നമ്മുടെ എനർജി ലോസ് ആവുന്ന കണ്ടീഷൻ ഇല്ലേ. ആ സംഭവം തന്നെ ഇലക്ട്രോണിന് സംഭവിച്ചൂടെ എന്ന് ചോദ്യം വന്നു. അപ്പൊ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ റൂദർഫോർഡിന് സാധിച്ചില്ല. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ റൂദർഫോർഡിനെ സഹായിക്കാൻ വേണ്ടി വന്ന ആളാണ് നീൽസ് ബോർ. പുള്ളി പറഞ്ഞു ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ റൂദർഫോർഡ് ചേട്ടൻ പറഞ്ഞത് എല്ലാം ശരിയാണ്, പക്ഷേ ഇത് ഒരു ഡിഫൈൻഡ് പാത്തിലാണ് റിവോൾവ് ചെയ്യുന്നത്, ഒരു എനർജി ലെവലിലാണ്. ഇതിനൊരു എനർജി ഉണ്ട്. അപ്പൊ ആ എനർജി ലെവൽ വിട്ട് അത് എങ്ങോട്ടും പോവില്ല, ഒരു ഡിഫൈൻഡ് പാത്തിലാണ്. നമ്മളിപ്പോ സാറ്റലൈറ്റ് ഒക്കെ തെന്നിമാറി പോകുന്നുണ്ടോ? ഒരു പെർട്ടിക്കുലർ പാത്തിലായിരിക്കും അത് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ആ ട്രാവലിലാണ്, ആ പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് വിളിച്ചത്. ഓർബിറ്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ന്യൂക്ലിയസ് ഇങ്ങനെയാണ്, ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിലാണ് ആര് ട്രാവൽ ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത് അറൌണ്ട് ന്യൂക്ലിയസ്. മനസ്സിലായോ? അപ്പൊ അതാണ് ബോർ അറ്റോമിക് മോഡൽ. പിന്നെ റൂദർഫോർഡിനുണ്ടായ ഒരു ഡ്രോബാക്കിൽ നിന്നാണ് ബോർ അറ്റോമിക് മോഡൽ ഉണ്ടായത്. വേറെ ഉണ്ടായിരുന്നു, സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല, നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ അതും ബോർ എക്സ്പ്ലെയിൻ ചെയ്തു ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രത്തിലൂടെ. ഓക്കെ, അപ്പൊ ബോർ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺസ് മൂവിങ് ഫിക്സഡ് എനർജി ലെവൽസ് ആൻഡ് എനർജി ഇസ് ക്വാണ്ടൈസ്ഡ്. ഊർജം ക്വാണ്ടൈസ്ഡ് ആണ്, ഇലക്ട്രോണുകൾ നിശ്ചിത ഊർജ്ജ തലങ്ങളിൽ സഞ്ചരിക്കുന്നു. ഇതാണ് നമ്മുടെ ബോർ അറ്റോമിക് മോഡൽ. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഷെല്ലിനെ ഫസ്റ്റ് ഷെൽ എന്ന് വിളിക്കാം, അത് കഴിഞ്ഞുള്ളവയെ സെക്കൻഡ് ഷെൽ എന്ന് വിളിക്കാം, അത് കഴിഞ്ഞുള്ളവയെ തേർഡ് ഷെൽ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഇഷ്ടമല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത് കിടക്കുന്നവയെ കെ എന്ന് വിളിക്കാം, അത് കഴിഞ്ഞ് ഉള്ളവരെ എൽ എന്ന് വിളിക്കാം, എം എന്ന് വിളിക്കാം, KLM ഇങ്ങനെ വിളിക്കാം.
ഓക്കെ, ഇനി ഇതിനകത്ത് ഇലക്ട്രോണുകളെ വെറുതെ അങ്ങോട്ട് കയറി വാടാ മക്കളെ എന്ന് പറയുന്ന പോലെ ഇലക്ട്രോൺസുകളെ ആഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഇക്വേഷൻ 2n². ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലൂടെ നിങ്ങൾ ഇത് ഒരു റിവിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. നിങ്ങളുടെ മൈൻഡിലൂടെ ഈ കോൺസെപ്റ്റ് എല്ലാം പോകണം കേട്ടോ. നിങ്ങൾ ഇതൊരു റിവിഷൻ ആയിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് എല്ലാം പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്തും കൂടെ പോകണം. ഈ കേൾക്കുന്നതിന് കൂടെ തന്നെ ഒരു ഷോർട്ട് നോട്ട് ചുമ്മാ വരച്ച് പോയാൽ മതി. എഴുതാൻ പോലും ഞാൻ പറയുന്നില്ല. ഒന്ന് മൈൻഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യാം. മൈൻഡ് മാപ്പ് വളരെയധികം നിങ്ങളെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഇനി അടുത്തത് ഇലക്ട്രോണിന്റെ ലാസ്റ്റ് ഷെല്ലിനെ നമ്മൾ പറയുന്ന പേരാണ്, ആറ്റത്തിന്റെ ലാസ്റ്റ് ഷെല്ലിനെ പറയുന്ന പേരാണ് വാലൻസ് ഷെൽ. അവസാനത്തെ ഷെല്ലിന് ഒരു പേരുണ്ട്. ഏത് ആറ്റം ആണെങ്കിലും അതിന്റെ അവസാനത്തെ ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസ് ഷെൽ. മനസ്സിലായല്ലോ? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ മാത്രമേ ഓക്കുപ്പൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഫസ്റ്റ് ഷെൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെൽ മാക്സിമം 8 ഇലക്ട്രോൺസ്, തേർഡ് ഷെൽ മാക്സിമം ലാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് 8 ഇലക്ട്രോൺസേ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആസ് പെർ ദ ഇക്വേഷൻ 2n² 18 ഇലക്ട്രോൺസ്. പിന്നെ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതാണ് അറ്റോമിക് മോഡൽ. ഡിഫറെന്റ് അറ്റോമിക് മോഡൽ ആണ് നമ്മുടെ ജോൺ ടോൾട്ടൺ പറഞ്ഞ 1803 സോളിഡ് സ്പെറിക്കൽ മോഡൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്ലം പുഡിംഗ് മോഡൽ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്ലാനറ്ററി മോഡൽ വന്നു, റൂദർഫോർഡ്. അത് കഴിഞ്ഞ് നീൽസ് ബോറിന്റെ മോഡൽ. അത് കഴിഞ്ഞ് ഷ്രോഡിംജറിന്റെ ക്വാണ്ടം മോഡൽ. എന്ന് വെച്ചാൽ ഡിഫൈൻഡ് പാത്ത് അല്ല, ഇലക്ട്രോണുകളെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, സർട്ടണിറ്റി ഉള്ള സ്ഥലങ്ങൾ എന്നുള്ള കോൺസെപ്റ്റ് വന്നു. പക്ഷെ നമ്മൾ പഠിക്കുന്നതേ ഇതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സംഭവമാണ് നമ്മുടെ ലെവലിൽ ഇപ്പൊ പഠിക്കേണ്ടത്. അപ്പൊ ഇത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാൻ പറ്റുന്ന രീതിയാണ് അല്ലെ. സോളിഡ് സ്പിയർ മോഡൽ ജോൺ ടോൾട്ടൺ, പ്ലം പുഡിംഗ് മോഡൽ ജെ തോംസൺ, പ്ലാനറ്ററി മോഡൽ റൂദർഫോർഡ് ആൻഡ് ബോർ മോഡൽ നീൽസ് ബോർ. ഓരോരുത്തരുടെയും വർഷങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ക്ലിയർ അല്ലേ? കിട്ടിയില്ലേ? വളരെ രസകരമായി നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അറ്റോമിക് മോഡൽ ജോൺ ടോൾട്ടൺ 1808, തോംസൺ 1897, Rutherford 1911, Bohr 1913 and Schrodinger 1926. ഓക്കെ, ഇത് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാവുന്നതാണ്. എന്താണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്? പ്ലം പുഡിംഗ് മോഡൽ ജെ തോംസൺ ആണ്, പ്ലാനറ്ററി മോഡൽ റൂദർഫോർഡ് ആണ്, കെനാൽ റേസ് ഗോൾസ്റ്റീൻ ആണ് കണ്ടുപിടിച്ചത്, ന്യൂട്രോൺ എന്ന് പറയുന്നത് ജെയിംസ് സ്റ്റാർക്കിക് ആണ്. ഒരു ക്വസ്റ്റൻ ആണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. അത് ഞാൻ ക്വസ്റ്റൻ ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ അത് നേരെ ആൻസർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ. ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആധാർ കാർഡും കാണും, റേഷൻ കാർഡ് നമ്പറും കാണും അല്ലെ. ഒരു മനുഷ്യന് ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ പൗരന്മാർക്കുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 നമ്പേഴ്സ് ആണ്. ആധാർ കാർഡും കാണും, റേഷൻ കാർഡും കാണും. അതുപോലെ ഒരു ആറ്റത്തിന്, ഒരു എലമെന്റിന് അതിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 2 നമ്പറുകളുടെ ആവശ്യമുണ്ട്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും. മനസ്സിലായോ? അറ്റോമിക് നമ്പറും മാസ് നമ്പറും. അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. മനസ്സിലായോ? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോൺസ്. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ, ഭാരസംഖ്യയും ആറ്റസംഖ്യയും. മനസ്സിലായോ? അറ്റോമിക് നമ്പർ ആറ്റസംഖ്യ, മാസ് നമ്പർ ഭാരസംഖ്യ. മനസ്സിലായോടാ? ഓക്കെ. പക്ഷെ അറ്റോമിക് നമ്പറിനെ Z എന്ന ലെറ്റർ കൊണ്ടും മാസ് നമ്പറിനെ നമ്മൾ A എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്താണ് എഴുതി വെച്ചിരിക്കുന്നത്. എലമെന്റ് X ആണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ എപ്പോഴും എലമെന്റിന്റെ ലെഫ്റ്റ് സൈഡിന് താഴെയായിട്ട് എഴുതും. മാസ് നമ്പർ എപ്പോഴും മാസാണ്, ഇച്ചിരി മാസാണ് അല്ലെ, എപ്പോഴും എന്താണ് ലെഫ്റ്റ് സൈഡിന് മുകളിലായിട്ട് എഴുതും. ഈ X എന്ന് പറയുന്നത് ആ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ സോഡിയം 1123 എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? സോഡിയത്തിനകത്ത് 11 പ്രോട്ടോണുകൾ ഉണ്ട്. സോഡിയത്തിന്റെ മാസ് നമ്പർ എന്താണ്? 23 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിനകത്ത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എന്തായിരിക്കും? 23 ആയിരിക്കും. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന്? ഇനി കണ്ടുപിടിച്ചൂടെ? ന്യൂട്രോണിന്റെ നമ്പർ നമുക്കപ്പോ എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂട്രോൺ, നമ്പർ ഓഫ് ന്യൂട്രോൺ ഈക്വൽ ടു നമുക്ക് എന്താന്ന് എഴുതാം? മാസ് നമ്പർ മൈനസ് ഭാരസംഖ്യ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺ.
അല്ലെങ്കിൽ ഈ നമ്പർ ഓഫ് പ്രോട്ടോൺ വരെ നമുക്ക് എന്തെന്ന് എഴുതാം? അറ്റോമിക് നമ്പർ എന്ന് എഴുതാം. അറ്റോമിക് നമ്പർ. മനസ്സിലായല്ലോ? ഒരു ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ എഴുതി വെക്കുക. ഈ ഒരു സംഭവം എഴുതി വെക്കാം. ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, കണ്ടോ? എലമെന്റ് സിമ്പല് മാസ് നമ്പർ ആണ്, അറ്റോമിക് നമ്പർ ആണ്. കുറച്ച് എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർബൺ 613, ഇതാണ് എന്ത്? അറ്റോമിക് നമ്പർ. ഇതാണ് മാസ് നമ്പർ. Z8, അറ്റോമിക് നമ്പർ AZ. എയും ഇസഡും തമ്മിൽ അല്ലെ? എ ഫസ്റ്റ് ലെറ്റർ, ഇസഡ് ലാസ്റ്റ് ലെറ്റർ. മാസ് നമ്പർ, മാസ് ആരാണ്? എപ്പോഴും മാസ് ആരാണ്? ഫസ്റ്റ് ലെറ്റർ എ അല്ലെ? മാസ് അല്ലേ? സോ എയും ഇസഡും. ഇസഡ് 613 അറ്റോമിക് മാസ് നമ്പർ. ഓക്കെ, ഇതാരാണ്? ഓക്സിജൻ 816. അപ്പൊ 8 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ മാസ് നമ്പർ. ഓക്കെ, ദിസ് ഇസ് അറ്റോമിക് നമ്പർ, ദിസ് ഇസ് മാസ് നമ്പർ. കുറച്ച് പീരിയോഡിക് ടേബിൾ എടുത്തിട്ട് കുറച്ച് എലമെന്റുകൾ എടുത്തിട്ട് അതിനകത്ത് ഏതാണ് അറ്റോമിക് നമ്പർ ഏതാണ് മാസ് നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പൊ തന്നെ ഇത് പഠിച്ചിരിക്കുന്നു. ഇനി ഇതിനകത്ത് ഒരു സംശയവും പാടില്ല അല്ലെ? മഗ്നീഷ്യം 12 24 എടുക്കുമ്പോൾ 12 എന്ന് പറയുന്നതാണ് അറ്റോമിക് നമ്പർ ആൻഡ് ദിസ് ഈസ് മാസ് നമ്പർ. എ എപ്പോഴും ടോപ്പിലായിരിക്കും. എ അല്ലെ? എ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ടോപ്പിലായിരിക്കും. സോ എ എന്ന് പറയുന്നത് പക്ഷെ മാസ് നമ്പർ ആണെന്ന് കൂടെ നമ്മുടെ മൈൻഡിലോട്ട് വരണം കേട്ടോ. എ ഇസ് മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? Z ആണ്. ഓക്കെ, ഇനി നമ്പർ ആറ്റം ഒരു ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറയുന്നത്, ന്യൂട്രൽ ആവണമെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. മനസ്സിലായി? പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഒരേപോലെ ആണ് ആറ്റങ്ങളിൽ. ആറ്റങ്ങളെല്ലാം ന്യൂട്രൽ ആണ് അല്ലെ? സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ന്യൂട്രൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നതാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ആറ്റം ഇസ് ന്യൂട്രൽ. അതിന്റെ ഒരു ന്യൂട്രാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര പ്രോട്ടോണുകൾ സെൻട്രൽ ഉണ്ടോ അത്രയും എന്താ പറയാ ഇലക്ട്രോണുകൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളിലുണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്ന ഷെൽ എന്നാണ് കേട്ടോ. ഷെൽ. ലാസ്റ്റ് ഷെല്ലിനെ പറയുന്നതാണ് വാലൻസ് ഷെൽ. മനസ്സിലായല്ലോടാ? ലാസ്റ്റ് ഷെല്ലിനെ നമ്മൾ പറയുന്ന പേരാണ് വാലൻസ് ഷെൽ. ക്വസ്റ്റ്യൻ, അറ്റോമിക് നമ്പർ 16, മാസ് നമ്പർ 32. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ലേ? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ് മുന്നേ ഉള്ളത്? പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ 16. ന്യൂട്രൽ ആറ്റം, അപ്പം ഒബ്വിയസ്ലി ഇലക്ട്രോണുകളുടെ എണ്ണവും 16 അല്ലെ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. മാസ് നമ്പർ തന്നിട്ടുണ്ട് 32, അറ്റോമിക് നമ്പർ 16 തന്നിട്ടുണ്ട്. അപ്പൊ ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പർ. ദാറ്റ് ഈസ് എന്താണ് മാസ് നമ്പർ? A മൈനസ് Z ഗിവ്സ് യു എന്താ തരണേ? ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോന്നിന്റെയും 6 നമുക്ക് തന്നിരിക്കുകയാണ്. 2, 8, 6 തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കെ ഷെല്ലില് എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാരുണ്ട്. എൽ ഷെല്ലില് 8 ആൾക്കാരുണ്ട്. എം ഷെല്ലില് എത്രയുണ്ട്? 6 ആൾക്കാരുണ്ട്. ഇത് KL കേട്ടോ. എം ഇത് 286, ടോട്ടൽ 16 അറ്റോമിക് നമ്പർ വരുന്നത് സൾഫർ എന്ന് പറയുന്ന എലമെന്റ് ആണ്. സൾഫർ 16 അറ്റോമിക് നമ്പർ വരുന്ന ആരാണ്? സൾഫർ എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അറ്റോമിക് നമ്പർ 16 ക്വസ്റ്റ്യനില് നമ്പർ ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, രണ്ടാമത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ 286 അല്ലെ? 2n² വെച്ചിട്ടാണ് എഴുതുന്നത്. ഫസ്റ്റ് ഷെല്ലില് 2 ഇലക്ട്രോണുകളാണ്, സെക്കൻഡ് ഷെല്ലില് 8 ഇലക്ട്രോണുകളാണ്. തേർഡ് ഷെല്ല് തൊട്ട് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ KL ആൻഡ് M ഷെൽസ്. ഹയസ്റ്റ് എനർജി ഷെൽ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? M ഷെല്ലാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്നും, ഇപ്പൊ ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്നതനുസരിച്ചിട്ട് എനർജി കൂടും, എനർജി ഹൈ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ KL M ഷെല്ലുകളിൽ ഹയസ്റ്റ് എനർജി ആർക്കാണ്? ഹയസ്റ്റ് എനർജി M ഷെല്ലിനായിരിക്കും ഹയസ്റ്റ് എനർജി എന്ന് പറയുന്നത്. മനസ്സിലായടാ? ഹയസ്റ്റ് എനർജി വരുന്നത് ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്ന അനുസരിച്ചിട്ട് ആരാണോ ഉള്ളത്, ഏത് ഷെല്ലാണോ അവർക്കായിരിക്കും ഹയസ്റ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടു 287 എന്ന് പറയുന്ന ഓർബിറ്റ് കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാസ് നമ്പർ, അറ്റോമിക് നമ്പർ,
അറ്റോമിക് നമ്പർ 17 ആണെങ്കിൽ അതിന്റെ ന്യൂട്രോൺസിന്റെ എണ്ണം 18 ആണെങ്കിൽ മാസ് നമ്പർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമല്ലേ? എന്താണ് മാസ് നമ്പർ എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഒരു 3-4 തവണ ഇക്വേഷൻ എഴുതണം കേട്ടോ. നമുക്കത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഗിവൺ എന്ന് പറഞ്ഞ് എന്താണ് പറയുന്നത്? ഇത് വെച്ചിട്ട് എലമെന്റ് ക്ലോറിൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. അറ്റോമിക് നമ്പർ വരുന്നത് 17 ആണ്. അറ്റോമിക് നമ്പർ 17 വരുന്ന എലമെന്റ് ക്ലോറിൻ ആണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യത്തെ 30 എലമെന്റുകൾ ഒന്ന് വൃത്തിയായിട്ട് പീരിയോഡിക് ടേബിളിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്. ഇലക്ട്രോൺ വിന്യാസം. എങ്ങനെയാണ് ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? KLMN ഷെല്ലുകളിൽ ഇലക്ട്രോൺ ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്? 2n² എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി കണക്കിലെടുത്ത് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എന്ത് വരണം? 8 ഇലക്ട്രോണുകൾ വരണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 20 കാൽഷ്യം ഞാൻ എടുക്കുകയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? 2 8 8 2 ഇങ്ങനെ എഴുതുന്നത്. അല്ല 2 8 10 എന്ന് നമ്മൾ എഴുതില്ല. 2 8 8 2. രണ്ടാമത്തെ ഷെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാക്സിമം 8 8 വെച്ച് ഫില്ല് ചെയ്താണ് നമ്മൾ എഴുതുന്നത് 2 8 8 2. മനസ്സിലായോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് കണ്ടോ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിച്ചിരിക്കുന്നതാണ്. സെന്ററിൽ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ് KLMN. എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെൽ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് മക്കളെ? അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഷെൽ. ഷെല്ലില് ഇലക്ട്രോണുകളുടെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഐസോടോപ്പുകളിലേക്ക് വരികയാണ്. ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് എന്താണ്? സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും വരുന്ന എലമെന്റുകളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. സെയിം അറ്റോമിക് ഹൈഡ്രജൻ ഈ 3 രീതിയിലും കാണപ്പെടും. മനസ്സിലായോ? 1H1 നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടിയം. ഓക്കെ, 1H2 നമ്മൾ പറയുന്ന പേരാണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെവി വാട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഹെവി വാട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐസോടോപ്പ് ആണ് എന്താണ് പറയുന്നത്? ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹെവി വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന വാട്ടർ ആണ് ഹെവി വാട്ടേഴ്സ്. അപ്പൊ ഈ ഹെവി വാട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജന്റെ ഡ്യൂട്ടീരിയം സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ്. ആൻഡ് ട്രീഷ്യം ഈസ് എന്താണ്? 1H3. അപ്പൊ ഐസോടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഐസോടോപ്പ്, ഐസോടോപ്പ്, ടോപ്പിലുള്ളവര് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഇപ്പൊ ഒരു എക്സ് എന്ന് പറയുന്ന എലമെന്റ്, ആ എക്സ് എന്ന് പറയുന്ന എലമെന്റിൽ 2 2 2 3 4 ഇതാണ് ഐസോടോപ്പ്. ടോപ്പിലുള്ളവർ എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. ഐസോടോപ്പ് സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പർ. ഒരു കൺഫ്യൂഷൻ വരാം, പക്ഷെ എന്നാലും നിങ്ങൾ അങ്ങനെ പഠിച്ചോളൂ. ടോപ്പിലുള്ളവർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സെയിം. അപ്പൊ സെയിം എലമെന്റ് ആണ്, സെയിം എലമെന്റ്, സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പേഴ്സ്, ഐസോടോപ്പുകൾ. ഓക്കെ, അറ്റോമിക് നമ്പർ 15 മാസ് നമ്പർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വാലൻസ് ഇലക്ട്രോണുകളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാലൻസ് ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? വാട്ട് ഈസ് വാലൻസ് ഇലക്ട്രോൺ? വാലൻസ് ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകൾ അല്ലെ. വാലൻസ് ഷെല്ലിൽ എന്നുവെച്ചാൽ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് എന്തെന്ന് പറയുന്നത്? വാലൻസ് ഷെൽ. അപ്പൊ വാലൻസ് ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളെയാണ് വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായടാ? ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമ്മള് ഫോസിൽസിന്റെ ഏജ് നമ്മൾ ഐസോടോപ്സില് ഐസോടോപ്സിൽ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള കാർബണിന്റെ ഐസോടോപ്പുകളാണ്. അപ്പൊ ഹൈഡ്രജന്റെ ഐസോടോപ്പ് പറഞ്ഞു, അതുപോലെ കാർബണിന്റെ ഐസോടോപ്പുകളാണ് പഠിക്കാനുള്ളത്. കാർബണിന്റെ ഐസോടോപ്പ് C6 C6 എഴുതി കൊടുക്കാം നമുക്ക്. 12 13 and 14. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കാർബൺ 12 ഐസോടോപ്സ്. കാർബൺ 12 ഐസോടോപ്സ് ആണ് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിളും ഏറ്റവും എബണ്ടന്റ് ആൻഡ് സ്റ്റേബിൾ ഐസോടോപ്പ് ഓഫ് കാർബൺ.
സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഓഫ് കാർബൺ. ഓക്കെ, കാർബൺ 13 എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റിന്റെ മെറ്റബോളിസം റേറ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. യൂസ്ഡ് ടു സ്റ്റഡി the metabolism of plants and animals. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന്റെ മെറ്റബോളിസം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാർബൺ 13 ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കാർബൺ 14 ഐസോട്ടോപ്സ് ആണ് നമ്മുടെ ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. കാർബൺ ഡേറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയും. ഫോസിൽസിന്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യുക. കാർബൺ ഡേറ്റിംഗ് എന്ന് എഴുതണം. കഴിഞ്ഞ ദിവസം ഞാനൊരു പേപ്പർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഡേറ്റിംഗ് ഓഫ് കാർബൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനല്ല, കാർബൺ ഡേറ്റിംഗ്. ഓക്കെ, ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. C13 എന്ന് പറയുന്നത് യൂസ്ഡ് ടു സ്റ്റഡി ദ മെറ്റബോളിസം ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. C12 എന്ന് പറയുന്നത് അബണ്ടന്റ് ആൻഡ് സ്റ്റേബിൾ ഐസോട്ടോപ്സ് ഓഫ്. മനസ്സിലായല്ലോ? കാർബൺ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പാണ് കാർബൺ 12. കാർബൺ 13 എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും മെറ്റബോളിസം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. കാർബൺ 14 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫോസിൽസിന്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകൾ നമ്മൾ പഠിച്ചു അല്ലെ? H11, H12, H13. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. ഡ്യൂട്ടീരിയം ആണ് നമ്മൾ ഹെവി വാട്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഹെവി വാട്ടർ ഈസ് ദ ഓക്സൈഡ് ഓഫ് ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ് നമ്മുടെ ഹെവി വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ന്യൂക്ലിയർ റിയാക്ടർ. മനസ്സിലായോ? ഓക്സൈഡ് ഓഫ് എന്താണ്, ഡ്യൂട്ടീരിയം ആണ് എന്ത്, ഹെവി വാട്ടർ. അപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ ഇവിടെ മൊത്തം എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നുന്നു. ഞാനിത് എൻകറേജ് ചെയ്യും കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നീറ്റായിട്ട് വൃത്തിയായിട്ടൊക്കെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഐസോടോപ്പുകളെ കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3-4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയോഡിൻ. ഓക്കെ, അയോഡിൻ 131. അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ കുറിച്ചുള്ള സ്റ്റഡി റിഗാർഡിംഗ് തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെന്റ്. ഞാൻ ഫുൾ ആയിട്ട് എഴുതുന്നില്ല. ഓക്കെ, അടുത്തത് യുറാനിയം. ഇത് എഴുതിയിട്ട് ഞാനതൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. യുറാനിയം 235 എന്താണ്? ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ഇത് ആക്ച്വലി ഞാൻ ഒരു ഇതിൽ കണ്ടതാണ്. അപ്പൊ നമ്മൾ അറിവുകൾ എവിടെ നിന്ന് കിട്ടിയാലും സ്വീകരിക്കണമല്ലോ. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയും കൂടെ വേണം. അപ്പൊ അതുകൊണ്ട് ഞാനത് പറഞ്ഞുതരാം. കൊബോൾട്ട് 60 ക്യാൻസർ ട്രീറ്റ്മെന്റ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൊബോൾട്ട് 60 എന്ന് പറയുന്നത്. പിന്നെ സോഡിയം 24 ലീക്കേജ് ഓഫ് പൈപ്പ് ലൈൻസ് ഡിറ്റക്ട് ചെയ്യാനാണ്. പൈപ്പ് ലൈനിന്റെ ലീക്കേജ് ഡിറ്റക്ട് ചെയ്യാൻ. അയൺ 59 ഇതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അനീമിയ ഡയഗ്നോസ്. ഇത്രയുമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒക്കെ ചോദിക്കാം. അയഡിൻ 131, അയഡിൻ തൈറോയിഡ്, രണ്ടിനകത്തും ഐഡി ഉണ്ട് അല്ലെ? അയോഡിൻ നമ്മൾ അയോഡിൻ എന്നല്ല പറയുന്നത്. സോ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് അയോഡിൻ യൂസ് ചെയ്യുന്നത്. യുറാനിയം, ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത്. യുറാനിയം റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫ്യൂവൽ വേണം അല്ലെ? സോ യുറാനിയം 235 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, ഫ്യൂവൽ റൺ ചെയ്യണമെങ്കിൽ ഫ്യൂവൽ വേണം. സോ യുറാനിയം 235 ആണ് എന്തിൽ യൂസ് ചെയ്യുന്നത്? ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കൊബാൾട്ട് ഇതും നല്ല രസമാണ് കേട്ടോ. കൊബാൾട്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ്. ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല. കൊബാൾട്ട് ഇസ് യൂസ്ഡ് ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. സോഡിയം എന്ന് പറയുന്നത് ലീക്കേജ് ഓഫ് പൈപ്പ് ലൈൻസ് ആണ്. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നിങ്ങൾ പഠിച്ചു വെക്കുക. സോഡിയം 24 എന്ന് പറയുന്നത് നമ്മുടെ ലീക്കേജിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോഡിയം ഇസ് യൂസ്ഡ് ഫോർ ലീക്കേജ് ഓഫ് പൈപ്പ് ലൈൻസ്. ഡിറ്റക്ട് ചെയ്യാനാണ്, ലീക്കേജിന് വേണ്ടിയിട്ടല്ല, ലീക്കേജ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അയൺ ഇസ് അനീമിയ. അയൺ 59 is used for anemia diagnosis.
ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉള്ളത്. എല്ലാ ഭാഗങ്ങളും ഏകദേശം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തു എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള. ഇത് പഠിച്ചിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത്? ഫസ്റ്റ്, ആറ്റം എന്താണ്, ആറ്റത്തിൽ നിന്ന് മോളിക്യൂൾ ഉണ്ടാവുന്നു, മോളിക്യൂളിൽ നിന്നും സബ്സ്റ്റൻസുകൾ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. രണ്ടാമത്തത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആരാണ് ഡിസ്കവർ ചെയ്തത്? ഡിസ്കവേർഡ് ബൈ, ഓക്കെ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോൺ തോംസൺ, പ്രോട്ടോൺ റൂദർഫോർഡ് ആൻഡ് ന്യൂട്രോൺ ചാഡ്വിക്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് അറ്റോമിക് മോഡൽ. അറ്റോമിക് മോഡൽ, അറ്റോമിക് മോഡൽ ഞാൻ ആ കാണിച്ചു തന്ന ഫിഗർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഫസ്റ്റ് സ്പെറിക്കൽ മോഡൽ പറഞ്ഞത്, സ്പെറിക്കൽ മോഡൽ പറഞ്ഞ ആരാണ്? ജോൺ ഡോൾട്ടൺ. അത് കഴിഞ്ഞ് പ്ലം പുഡിംഗ് മോഡൽ പറഞ്ഞത് ആരാണ്? ഇത് ഡി എടുക്കാം, ജെ ജെ തോംസൺ. അത് കഴിഞ്ഞ് പ്ലാനിറ്ററി മോഡൽ, പ്ലാനിറ്ററി മോഡൽ പറഞ്ഞ ആരാണ്? റൂദർഫോർഡ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോർ മോഡൽ അല്ലെ, ബോർ മോഡൽ പറഞ്ഞത് നമ്മുടെ നീൽസ് ബോർ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം, അറ്റോമിക് മോഡൽസ്. അത് കഴിഞ്ഞിട്ട് നാലാമത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നത് കേട്ടോ. കാഥോഡ് റേ ക്യാരക്ടറിസ്റ്റിക്സ്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്താണ്? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് സ്ട്രെയിറ്റ് ലൈൻ, രണ്ടാമത്തത് മാസ്, മൂന്നാമത്തത് ചാർജ്. കാഥോഡ് റേ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ കാഥോഡ് റേ പിന്നീട് ഇലക്ട്രോൺ എന്ന പേരിട്ട് നമ്മൾ വിളിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അത് കഴിഞ്ഞു ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? Z A. ഇതാണ് എലമെന്റ് റെപ്രസെന്റേഷൻ. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ. ഓക്കെ, അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺ. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ഗീവ്സ് യു ദി മാസ്, മാസ് നമ്പർ. മാസ് എപ്പോഴും ടോപ്പിലായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഐസോടോപ്പുകൾ. ഐസോടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് സെയിം അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ എഴുതുകയാണ്. എന്ത്? X23, X24. ഇതാണ് ഐസോടോപ്പുകൾ. ഏതൊക്കെ ഐസോടോപ്പുകളാണ്, അതിന്റെ യൂസസ് എന്തൊക്കെയാണ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. എല്ലാവരും വളരെ നന്നായിട്ട് മനസ്സിലാക്കി, ഈ ഒരു വീഡിയോയിൽ നിന്ന് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.